Dear students, today we are going to discuss how to solve a LPP by simplex method. Question: solve the following LPP by simplex method. Maximize z equal to 7x1 plus 5x2 subject to x1 plus 2x2 less than or equal to 6. 4x1 plus 3x2 less than or equal to 12. x1 x2 greater than 0. ഇപ്പോൾ തന്നിരിക്കുന്ന LPP സിംപ്ലക്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണം. സോ സ്റ്റെപ്പ് 1, ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻ ടു LPP. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ LPP ആയിട്ടാണ് തന്നിരിക്കുന്നത്. ദെൻ സ്റ്റെപ്പ് 2, ചെക്ക് ചെയ്യുക തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം z ഈക്വൽ ടു 7x പ്ലസ് 5x2 ആണ്. അപ്പം തന്നിരിക്കുന്ന ഇക്വേഷൻ മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം ആണ് സ്റ്റെപ്പ് 2. മാക്സിമം അല്ലെങ്കിൽ നമ്മൾ ചേഞ്ചസ് ചെയ്യണം. മാക്സിമം ആണ്. സ്റ്റെപ്പ് 3, ചെക്ക് വെദർ ഓൾ ദ BIs ആർ നോൺ നെഗറ്റീവ്. BIs എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസിൻ്റെ RHS. അപ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ RHS എന്ന് പറയുമ്പോൾ 6ഉം 12ഉം ആണ്. അപ്പോൾ അതും പോസിറ്റീവാണ്. അപ്പോൾ 3 സ്റ്റെപ്പ് ഇതാണ്. 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ക്വസ്റ്റ്യനിൽ തന്നെ 3 സ്റ്റെപ്പ് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് LPP ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് തന്നിരിക്കുന്ന LPP ആണ്. ദെൻ മാക്സിമൈസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓൾറെഡി മാക്സിമൈസ് ആണ്. ദെൻ സ്റ്റെപ്പ് 3, BIs എന്ന് പറയുന്നത് 6ഉം 12ഉം പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 മുതലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ആൻസർ സ്റ്റെപ്പ് 4 ഇതാണ്. Convert all the inequalities into equations by introducing slack or surplus variable. അപ്പോൾ രണ്ടും ലെസ് ദാൻ ആണ്. സോ we can introduce slack variable. So introducing slack variables introduce ചെയ്യണം. ഇവിടെ രണ്ട് കൺസ്ട്രെയിൻസ് ആണുള്ളത്. സോ S1 S2 രണ്ട് സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. രണ്ട് സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ അവർ കൺസ്ട്രെയിൻ ബിക്കം, ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇങ്ങനെയാവും, x1 പ്ലസ് 2x2 പ്ലസ് S1 ഈക്വൽ ടു 6. ഈ ഇക്വേഷനകത്ത് പ്ലസ് S1 ചെയ്തു. അതുപോലെ തന്നെ അടുത്തത് 4x1 പ്ലസ് 3x2 പ്ലസ് S2 ഈക്വൽ ടു 12. അപ്പോൾ സ്ലാക്ക് വേരിയബിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. S1ഉം S2 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് മാക്സിമൈസ് z ഈക്വൽ ടു 7x1. അപ്പം ക്വസ്റ്റിനകത്ത് ഇതായിരുന്നു 7x1 പ്ലസ് 5x2 എന്നാണ്. അപ്പോൾ 7x1 പ്ലസ് 5x2 പ്ലസ് 0s1 പ്ലസ് 0s2. 0x1 പ്ലസ് 0s2 മാക്സിമൈസ്. ദെൻ രണ്ട് ഇക്വേഷൻസ് എഴുതാം. സബ്ജക്റ്റ് ടു x1 പ്ലസ് 2x2 പ്ലസ് S1 ഈക്വൽ ടു 6ഉം 4x1 പ്ലസ് 3x2 പ്ലസ് S2 ഈക്വൽ ടു 12. ദെൻ x1 x2 S1 S2 greater than or equal to 0. Then standard form എഴുതി കഴിയുമ്പോൾ നമുക്ക് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാം. സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാൻ വേണ്ടി എത്ര കോളം വരയ്ക്കണം എന്ന് നോക്കാം. 3 പ്ലസ് m പ്ലസ് n കോളംസ് ആണ് വരയ്ക്കേണ്ടത്. 3 എന്നുള്ളത് ഫിക്സഡ്, അപ്പം 1 2 3 ഫിക്സഡ് ആണ്. ദെൻ എത്ര വേരിയബിൾസ് ഉണ്ട്? അപ്പം ഇവിടെ ക്വസ്റ്റ്യനകത്ത് 2 വേരിയബിൾ ആണുള്ളത്, x1ഉം x2. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് S1 S2. അതായത് 3 പ്ലസ് 2 പ്ലസ് 2 7 കോളംസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതായത് 3 എന്നുള്ളത് ഫിക്സഡ് ആണ്. ദെൻ 2 വേരിയബിൾസ് x1ഉം x2.
ദെൻ അപ്പം ആദ്യത്തെ മൂന്നെണ്ണം ഫിക്സഡ് ആണ്. അപ്പം ആദ്യത്തെ കോളത്തിന് നമ്മൾ പേര് കൊടുക്കുന്നത് സി ബി. രണ്ടാമത്തെ കോളത്തിന് പേര് കൊടുക്കുന്നത് ബേസിക് വേരിയബിള്. ദെൻ തേർഡ് വൺ എക്സ് ബി. ഇതെല്ലാ പ്രോബ്ലത്തിലും സെയിം ആയിരിക്കും, സി ബി, ബി ബി, എക്സ് ബി. ദെൻ ഈ ക്വസ്റ്റിനകത്ത് രണ്ട് വേരിയബിൾ ആണ് ഉള്ളത്. സോ x1 x2 ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ s1 s2. ഇത്രയാണ് കോളംസ് വരയ്ക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ബി വി എന്ന് പറയുന്നത് ബേസിക് വേരിയബിൾ ആണ്. ബേസിക് വേരിയബിൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എപ്പോഴും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ ആയിരിക്കും. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ s1ഉം s2 ആണ്. അപ്പൊ സിംപ്ലക്സ് ടേബിളിൽ ആദ്യം ബേസിക് വേരിയബിൾ ആയിട്ട് വരുന്നത് s1ഉം s2 ആണ്. s1ഉം s2 ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് ആണ് ഇത്. ബേസിക് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ്. ബി വി എന്ന് പറഞ്ഞാൽ ബേസിക് വേരിയബിൾ എപ്പോഴും s1ഉം s2 ആണ് വരുന്നത്. സി ബി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾ ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് ബേസിക് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 0 0 0 0 ആണ്. അപ്പൊ എപ്പോഴും എല്ലാ പ്രോബ്ലത്തിലും ഇത് സെയിം ആയിരിക്കും. s1 0 ആയിരിക്കും, s2ഉം കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. ദെൻ എക്സ് ബി എന്ന് പറയുന്നത് വാല്യൂ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ x1 s2 0 ആണെന്ന് ചൂസ് ചെയ്യുവാണ്. അപ്പൊ s1 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇവിടെ ഇതെല്ലാം x1 x2 0 ആണ്. ദെൻ s2 ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പൊ 6 12. അപ്പൊ ഫസ്റ്റ് ടേബിൾ വരയ്ക്കുമ്പോൾ സി ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്, എപ്പോഴും 0 0 ആയിരിക്കും. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് s1 s2 ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇതായിരിക്കും, 6ഉം 12ഉം. ദെൻ x1ന്റെ കോഎഫിഷ്യന്റ് എഴുതണം. x1ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ x1ന്റെ കോഎഫിഷ്യന്റ് 1 4 ആണ്. സോ 1 4. ദെൻ x2ന്റെ കോഎഫിഷ്യന്റ് എഴുതണം. x2ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ x2ന്റെ കോഎഫിഷ്യന്റ് 2 3. s1ന്റെ കോഎഫിഷ്യന്റ് എഴുതണം. s1ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇവിടെ ഒന്നുമില്ല. സോ 0. ദെൻ x2ന്റെ കോഎഫിഷ്യന്റ് ഈ ഇക്വേഷനകത്ത് x2ന്റെ കോഎഫിഷ്യന്റ് ഇല്ല. സോ 0 1. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ZJ എഴുതണം. ZJ എന്ന് പറയുന്നത് ZJ ഇവിടെയാണ് എഴുതേണ്ടത്. ZJ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റെപ്പ് 5 നമ്മൾ കഴിഞ്ഞു. ദെൻ ZJ കണ്ടുപിടിക്കണം. ZJ മീൻസ് ZJ is the sum of product of CB and the vector XJ. അതായത് product of CB and ഇതാകുമ്പോൾ XJ എന്ന് പറയുന്ന x1. അപ്പൊ 0 into 1 plus 0 into 4. 0 into 1 plus 0 into 4. 0 എന്ന് കിട്ടും. ദെൻ അടുത്തത് കണ്ടുപിടിക്കാൻ 0 into 2 CB into XB എന്നാണ് ZJ കണ്ടുപിടിക്കേണ്ടത്. ZJ എന്ന് പറയുന്നത് CB into XJ ആണ്. അപ്പം CB എന്ന് പറയുന്നത് 0 into 2 0 plus 0 into 3. That is 0. ഇനി അടുത്തത് 0 into 1 0 plus 0 into 0. ഇവിടെ അതുപോലെ തന്നെ 0 into 0 0 ആണ്. 0 into 1 0 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ZJ എപ്പോഴും സീറോസ് ആയിരിക്കും. ദെൻ CJ എന്ന് പറയുന്നത് CJ means coefficient in objective function. അതായത് x1 CJ means CJ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ x1ന്റെ കോഎഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ നോക്കണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ x1ന്റെ കോഎഫിഷ്യന്റ് 7 ആണ്. സോ 7 എഴുതുന്നു. ദെൻ x2ന്റേത് 5 s1 s2. അപ്പോൾ CJ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് XJ. അപ്പോൾ s1ന്റേത് 7, x2ന്റേത് 5, s1ന്റേത് 0, x2ന്റേത് 0. അപ്പോൾ 7 5
0 0. Then next step Zj minus Cj. Zj minus Cj ചെയ്യുമ്പോൾ -7 -5 0 0. Zj minus Cj നമ്മൾ ചെയ്തു. Zj minus Cj എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് S1 ഈക്വൽ ടു 6ഉം S2 ഈക്വൽ ടു 12 എന്ന് കിട്ടിയേനെ. പക്ഷെ ഇത് നെഗറ്റീവ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം, കാരണം ഇവിടെ 2 നെഗറ്റീവ് ഉണ്ട്. 2 നെഗറ്റീവിൽ മോസ്റ്റ് നെഗറ്റീവ് എന്ന് ഏതാണെന്ന് എടുക്കുക. മോസ്റ്റ് നെഗറ്റീവ് മീൻസ് ഇതിലെ പോസിറ്റീവിലെ ഏറ്റവും കൂടിയത്. അപ്പോൾ ഇതിലെ പോസിറ്റീവിലെ ഏറ്റവും കൂടിയതെന്ന് പറയുന്നത് -7ഉം -5ഉം ഉണ്ട്. മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് -7 ആണ്. സോ നമ്മൾ ഈ -7നെ ഇങ്ങനെ ഒരു ആരോ ഇട്ട് ജോയിൻ ചെയ്യുന്നു. ഈ ആരോയുടെ പേരാണ് കീ കോളം. ദിസ് ഈസ് അവർ കീ കോളം. കീ കോളം എന്ന് പേരിടുന്നു. then അടുത്തത് റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. റേഷ്യോ ഈക്വൽ ടു, റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, xb by കീ കോളം എന്നാണ്. xb by കീ കോളം. xb by കീ കോളം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, xb എന്ന് കീ കോളം എന്ന് പറയുന്നത് ഈ കോളമാണ്, അതായത് x1. കോളം നമുക്ക് കിട്ടിയിരിക്കുന്നത്, കീ കോളം കിട്ടിയിരിക്കുന്നത് x1 ആണ്. അപ്പൊ xb by x1 ആണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ചെയ്യേണ്ടത് xb by ഡിവൈഡഡ് ബൈ x1 ആണ് ചെയ്യേണ്ടത്. x1 ആണ് ചെയ്യേണ്ടത്, കാരണം x1 ആണ് കീ കോളം. അപ്പൊ 6/1 റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് 6/1 6/1 12/4 12/4. 6/1 എന്ന് പറയുന്നത് 6 ആണ്. 12/4 3. ഇതിൽ മിനിമം റേഷ്യോ ആണ് എടുക്കേണ്ടത്. മിനിമം റേഷ്യോ 3 ആണ്. അപ്പം നമ്മൾ ഈ റോ സെലക്ട് ചെയ്തു. ഇതാണ് കീ റോയ്. കാരണം 3 മിനിമം ആയതുകൊണ്ട് നമ്മൾ ഈ റോയാണ് സെലക്ട് ചെയ്തത്. സോ ഈ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, കീ റോ എന്ന് പറയുന്നത് ഇതാണ്, കീ കോളം എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും കൂടെ ലൈൻ വരച്ചാൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഈ റോ ഇങ്ങനെ വരും, ഈ കോളം ഇങ്ങനെ വരും. അപ്പം രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഈ 4നെ നമ്മൾ ബോക്സിലിടുന്നു. ഇതാണ് കീ എലമെന്റ്. അപ്പം നമ്മൾ കീ എലമെന്റ്, കീ കോളം, കീ റോ കണ്ടുപിടിച്ചു. ആദ്യം Zj മൈനസ് Cj എല്ലാം പോസിറ്റീവ് ആയിരുന്നു, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നെഗറ്റീവ് വന്നത് കൊണ്ട് മോസ്റ്റ് നെഗറ്റീവ് -7 ആണ്. അപ്പം ആ കോളം നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ മിനിമം റേഷ്യോ കണ്ടുപിടിക്കണം. മിനിമം റേഷ്യോ എന്ന് പറയുന്നത് xb by കീ കോളമാണ്. ഇവിടെ കീ കോളം എന്ന് കിട്ടിയേക്കുന്നത് x1ന്റെ കോളമാണ്. സോ x1 കണ്ടുപിടിക്കുന്നു. 6/1 12/4. അപ്പോൾ 12/4 3 മിനിമം കിട്ടി. മിനിമം കിട്ടിയത് ഇതായതുകൊണ്ട് കീ റോയ്. ദെൻ ഇത് രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് ഈസ് കീ എലമെന്റ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീ റോ. കീ റോ എന്ന് പറയുന്നത് നമുക്ക് S2 ആണ് കിട്ടിയിരിക്കുന്നത്. S2 പോകും. S1 അവിടെ തന്നെ കാണും. S1 നമ്മൾ അടുത്തത് S1. ഈ S2 എന്നുള്ളത് പോകും, കാരണം കീ റോ പോകും, കീ കോളം വരും. കീ കോളം എന്ന് പറയുന്നത് x1 ആണ്. x1 വരും. അപ്പം അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ S1 അവിടെ തന്നെ കാണും, കീ റോ പോകും, അതായത് കീ റോ പോകും, കീ കോളം വരും. കീ കോളം വിൽ എൻറ്റർ. കീ റോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സൈഡിൽ മനസ്സിലാകാൻ വേണ്ടി എഴുതാം. കീ റോ എന്ന് പറയുന്നത് S2 ആയിരുന്നു. S2 ലീവ് ചെയ്തു, പോയി. ദെൻ കീ കോളം എന്ന് പറയുന്നത് x1 ആണ്. x1 എൻറ്റർ ചെയ്തു. ഇത് ഓർത്തിരിക്കണം. കീ റോ ലീവ് ചെയ്യും, കീ കോളം എൻറ്റർ ചെയ്യും. അപ്പോൾ S1ഉം x1ഉം ആണ്. ദെൻ ഇവിടെ നമ്മൾ CB ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. CB എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ S1ന്റെ കോഎഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നോക്കുക. x1ന്റെ കോഎഫിഷ്യന്റ് 0 ആണ്.
x1-ൻ്റേത് 7 ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ആണ് എഴുതേണ്ടത് ഇവിടെ. കോഎഫിഷ്യൻ്റ് 0-ഉം 7-ഉം. ദെൻ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കീ എലമെൻറ്റ് 1 ആക്കണം. ഈ എലമെൻറ്റ് 1 ആക്കാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റെപ്പിൽ എഴുതുമ്പോൾ 1 ആകണം. അതായത് കീ എലമെൻറ്റ് ഇവിടെ വരുമ്പോൾ 1 ആകണം. 1 ആകാൻ എന്ത് ചെയ്താൽ മതി? ഈ എൻറ്റയർ റോ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. എൻറ്റയർ റോ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12/4 3, 4/4 1 ആക്കി. ദെൻ ഇവിടെ 3/4, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0, ഇവിടെ 1/4. ദാറ്റ് ഈസ്, ഒന്നുകൂടെ പറയാം, അതായത് 4 1 ആകണം. 4 1 ആകാൻ വേണ്ടി നമ്മൾ 4 1 ആകാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 1 ചെയ്യും. ദാറ്റ് ഈസ് 3 1, 3/4, 0, 1/4. ദെൻ ഈ 1-ൻ്റെ കറസ്പോണ്ടിങ് 0 ആകണം. അതായത് ഈ 1-ൻ്റെ കറസ്പോണ്ടിങ് 0 ആകണം. അതായത് ഈ റോ എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡിൽ എഴുതാം. 6 1 2 1 0. ഇതാണ് ഈ റോ. 6 1 2 1 0-യും ഈ റോ നമ്മൾ മാറ്റി 3 1 3/4 0 1/4. ഈ 1 ആണ് കീ എലമെന്റ്. ഇതിന്റെ കറസ്പോണ്ടിങ് 0 ആകണം. 0 ആകാൻ വേണ്ടി നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാം. റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന R1 gives R1 minus R2 ചെയ്യാം. അപ്പം 6 minus 3 3, 1 minus 1 0, 2 minus 3/4 2 minus 3/4, 8 minus 3 5/4 എന്ന് വരും. ഇവിടെ 1 minus 0 1, ഇവിടെ 0 minus 1/4 minus 1/4. So 3 1 3/4 0 1/4. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 0 അതിവിടെ എഴുതാം. 3 0 5/4 1 minus 1/4. അപ്പം നമ്മൾ ഇനി ZJ CJ എഴുതാം. ZJ CJ ZJ minus CJ. ഓക്കെ, ZJ കണ്ടുപിടിക്കണം. ZJ എന്ന് പറയുന്നത് XB CB ഇൻറ്റു XJ ആണ്. അപ്പോൾ 0 ഇൻറ്റു 0 പ്ലസ് 7 ഇൻറ്റു 1 7 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ 0 ഇൻറ്റു 5/4 0, 7 ഇൻറ്റു 3/4 21/4. ഇവിടെ 0 ഇൻറ്റു 1 പ്ലസ് 7 ഇൻറ്റു 0 0 എന്ന് കിട്ടും. ഇവിടെ 0 ഇൻറ്റു മൈനസ് 1/4 പ്ലസ് 7 ഇൻറ്റു 1/4 7/4. CJ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ആണ്. അതായത് കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ x1 x2 s1 s2 അത് സെയിം തന്നെയാണ്. CJക്ക് വ്യത്യാസമൊന്നുമില്ല. 7 5 0 0. സോ ZJ മൈനസ് CJ ചെയ്യണം. അപ്പോൾ 7 മൈനസ് 7 0, 21/4 മൈനസ് 5 ദാറ്റ് ഈസ് 21 മൈനസ് 1/4 എന്ന് കിട്ടും. 0 മൈനസ് 0 0 മൈനസ് 1. ഇവിടെ നമുക്ക് കിട്ടുന്നത് 7/4 മൈനസ് 7/4. ഇപ്പം ഹിയർ ZJ മൈനസ് CJ എല്ലാം പോസിറ്റീവായി. അപ്പം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഹിയർ ZJ മൈനസ് CJ പോസിറ്റീവായി. സോ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം.
സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. അപ്പോൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയേക്കുന്നത്, ഇവിടെ എല്ലാം പോസിറ്റീവായ സ്റ്റെപ്പിൽ കിട്ടിയേക്കുന്നത് S1 ഈക്വൽ ടു 3. S1 ഈക്വൽ ടു 3. S1 ഈക്വൽ ടു 3. X1 ഈക്വൽ ടു 3. X1 ഈക്വൽ ടു 3. അപ്പം ഇവിടെ ഇല്ലാത്ത വേരിയബിൾസ്, അപ്പം ഇവിടെ ഇല്ലാത്തത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് x2 ഇവിടെ ഇല്ല, x2 0 ആണ്, s2 0 ആണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് x1 ഈക്വൽ ടു 3യും x2 ഈക്വൽ ടു 0 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് മാക്സിമം ഇസഡ് ആണ്. മാക്സിമം ഇസഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം മാക്സിമം ഇസഡ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു 7x1 പ്ലസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു 7x1 പ്ലസ് 5, മാക്സിമം 7x1 പ്ലസ് 5x2 എന്നായിരുന്നു. സോ 7x1 പ്ലസ് 5x2 ഈ വാല്യൂ ഇട്ട് കൊടുക്കണം. മാക്സിമം 7x1 പ്ലസ് 5x2 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x1ന്റെ സ്ഥാനത്ത് 3 ആണ് കിട്ടിയിരിക്കുന്നത്, x2 0 ആണ്. അപ്പോൾ 7 × 3 21. അപ്പോൾ ആൻസർ ഈസ് 21. At x3 equal to 0, x2 equal to 0. അപ്പം നമ്മളിവിടെ 2 സ്റ്റെപ്പിൽ കിട്ടി സിംപ്ലക്സ് ടേബിൾസ്. മാക്സിമം ഒരു 3 സ്റ്റെപ്പിലൊക്കെ കിട്ടും. ZJ മൈനസ് EJ പോസിറ്റീവ് ആകുന്നിടം വരെ നമ്മൾ ചെയ്യണം.